പച്ചക്കറി മാർക്കറ്റിന് സമീപം നഗരമധ്യത്തിൽ യുവാവിനെ വീടിനുള്ളിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ബന്ധുവായ 22-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുതിയ കോവിലകം പറമ്പ് നഗറിൽ ബിജുവാണ് കൊല്ലപ്പെട്ടത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഞായറാഴ്ച പുലർച്ചെയാണ് ബിജുവിനെ സ്വന്തം മുറിക്കുള്ളിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പശുവിനെ കറക്കാനായി രാവിലെ അമ്മ വിളിച്ചിട്ടും മുറി തുറക്കാതിരുന്നതിനെ തുടർന്ന് പുറത്തുനിന്നും കുറ്റിയിട്ട വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടത്. മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ ബിജുവിന്റെ ശരീരത്തിൽ 45 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 18 എണ്ണം കഴുത്തിലായിരുന്നു. സംഭവ ദിവസം മദ്യപിച്ചിരുന്നതിനാൽ ബിജുവിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് നിഗമനം. ലഹരി സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന ബന്ധുക്കളുടെ ആരോപണം സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി തള്ളി. മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന യുവാവിനെ ബിജു മുൻകൈയെടുത്ത് ബലം പ്രയോഗിച്ച് ആശുപത്രിയിലാക്കിയിരുന്നു. ഇതിലുണ്ടായ കടുത്ത വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ബിജുവിന്റെ സംസ്കാര ചടങ്ങിൽ കയ്യിൽ മുറിവേറ്റ പാടുകളോടെ ഈ യുവാവും പങ്കെടുത്തിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങളും സാഹചര്യ തെളിവുകളും അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലുള്ള യുവാവിനെ കസബ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതിനാൽ കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തലും തുടർ ചികിത്സ ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിക്കുക. ടൗൺ ACP KV പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.